കല്ലമ്പലം മുത്താന സ്വദേശി സുരേഷ് ഏതാണ്ട് ഒരു കൊല്ലം മുമ്പാണ് ഇവിടെ നിന്നും ജോലി തേടി ഇസ്രായേലിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ 3 ദിവസം മുമ്പ് കുടുംബത്തിന് ഒരു അറിയിപ്പ് വന്നിരുന്നു. അതിനുശേഷം ഈ കുടുംബം ആകെ ഒരു വിഷമഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എനിക്കിപ്പോൾ ഉള്ളത് സുരേഷിന്റെ ഭാര്യ മാതാവാണ്. ചേച്ചി, ഇത് ഈ വിവരം അറിയുന്നത് എപ്പോഴാണ്? ആരാണ് അറിയിച്ചതൊക്കെ നിങ്ങൾ? എനിക്ക് വിവരം അറിയുന്ന മെനഞ്ഞാന്ന് രാവിലെയാണ് ഞാൻ അറിഞ്ഞത്. നിങ്ങളൊരു ചേച്ചി ഒന്ന് പറഞ്ഞു ഇങ്ങനെ എല്ലാവരും അറിയുന്നു, ഇങ്ങനെ സംഭവം നടന്നെന്ന് പറഞ്ഞു. ഞാൻ ആദ്യം വിശ്വസിച്ചില്ല. മരിച്ചുപോയി എന്നാണ്, മോർച്ചറി ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്ത് സംഭവിച്ചു? അതിൻ്റെ 2 ദിവസം ഒരാഴ്ചക്ക് മുമ്പേ എന്നെ സംസാരിച്ച് വിളിച്ച് മെസ്സേജ് ചെയ്ത് കടയിൽ പോണ്, കറിയൊക്കെ വയ്ക്കണം മാമി എന്ന് പറഞ്ഞു. അവിടെ ആ സ്ഥലത്ത് പോയിട്ട് 3 ദിവസമേ ആയുള്ളൂ. മറ്റേ വേറെ സ്ഥലത്ത് എയർപോർട്ടിലായിരുന്നു അവന് ജോലി. ആ എയർപോർട്ട് അടച്ചതോടെ ഒരു 20 ദിവസം അവന് ജോലി ഇല്ലായിരുന്നു, റൂമിൽ തന്നെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് അവരാണ് അവന് ജോലി അവിടെ ജോലിയുണ്ട്, നിങ്ങൾ അവിടെ ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞ് അവിടെ ആക്കിയത്. അവൻ മാത്രമേ ഉള്ളായിരുന്നു. അതിന് മുമ്പ് അതിന് 3 ദിവസത്തിന് മുമ്പ് അതിൻ്റെ തലയ്ക്കും ദിവസം അവിടെ നിന്ന് 10 പേര് അയച്ചായിരുന്നു. അവരെ കൂട്ടത്തിൽ ഇവൻ പോകാൻ പറ്റിയില്ല. അവനന്ന് എല്ലാം പാക്ക് ചെയ്യാനുള്ള താമസം ഉണ്ടായിരുന്നു. നാളെ രാവിലെ 6 മണിക്ക് അവിടെ നിന്ന് പോയി. അവിടെ ചെന്നപ്പോൾ 7 മണിയായി, രാത്രി 7 മണിയായി. അവിടെ ഇറങ്ങി അന്ന് ചെന്നപ്പോൾ ഒരു കണ്ടെയ്നറിനകത്താണ് റൂം, വേറെ ഒന്നുമില്ല. ഭയങ്കര സിറ്റിയും അവിടെയാണ് ഈ ബോംബത്രയും പൊട്ടുന്നതെന്നാണ് അവൻ പറഞ്ഞത് എൻ്റെ അടുത്ത്. അവിടെ ഭയങ്കര പ്രശ്നമാണ് മമ്മി. അവിടെ ചെന്നവർക്ക് അവിടെ പിറ്റേന്ന് രാവിലെ വണ്ടി വന്ന് സൈറ്റിൽ കൊണ്ടുപോയപ്പോൾ ജോലി ഇല്ലെന്ന് പറഞ്ഞു. കൺസ്ട്രക്ഷൻ കമ്പനിയിലാണ് കൊണ്ടുപോയത്. അപ്പോൾ അവിടെ ഒരു തമിഴ് ആളായിരുന്നു, ചെന്നൈയിലുള്ള ഒരു തമിഴ് ആളായിരുന്നു മമ്മി. അവിടെ ജോലി ഇല്ലെന്ന് പറയുന്നു, പുതിയ ആളുകളെ എടുക്കുന്നില്ല, പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ആളുകൾ എടുക്കുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്ത് തിരിച്ചു പോകും, നീ വന്ന സ്ഥലത്ത് തന്നെ മാനേജർക്ക് വിളിച്ചിട്ട് പോവാം. അപ്പോൾ അവരൊക്കെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു, അവരെ എടുക്കുന്നില്ലെന്ന്, തിരിച്ച് വിളിക്കുന്നില്ല അവർ. 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ 2 ദിവസം അവധിയാണ്, വെള്ളി ശനി അവിടെ അവധിയാണ്, ഞായറാഴ്ച രാവിലെ ഞങ്ങൾ പോകും മാമി എന്ന് പറഞ്ഞു. അത്രേ സംസാരിച്ചോളൂ. അന്ന് അവസാനം എന്നായിരുന്നു വിളിച്ചത്? അതിനുശേഷം പിന്നെ ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നില്ലേ? എന്തായിരുന്നു സംഭവിച്ചത്? ശനിയാഴ്ച തൊട്ട് അവന്റെ ഫോൺ ഓൺലൈനിൽ ഇല്ല. നിങ്ങൾ ഈ അറിയിച്ച ആളുകൾ എന്താണ് പറഞ്ഞത്? അറിയിച്ച ആള് എന്ത് പറഞ്ഞെന്നൊന്നും എനിക്കറിയാൻ വയ്യ, മറ്റുള്ളവരൊക്കെ അറിയാവൂ. ഇങ്ങനെ എന്റെ അടുത്ത് മെനഞ്ഞാന്ന് തോന്നുന്നു ഞാൻ മരിച്ചെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. 1 വർഷമായല്ലേ ഗൾഫിലേക്ക്, ഇസ്രായേലിലേക്ക് പോയിട്ട്? 1 വർഷം പോയിട്ട് നിന്നിട്ട് വന്ന്. 2 ഭാര്യയും അവളും കുവൈറ്റിലാണ്. അവർ രണ്ടുപേരും 2 പ്രാവശ്യമായിട്ട് വന്നു. ഒത്താണ് രണ്ടുപേരും വന്നത്. ഇവങ്ങൾ രാവിലെ വരുന്നു, അവൻ രാത്രി വരുന്നു. അങ്ങനെ വന്നിട്ട് പിന്നെ 1 മാസം ലീവിനൂടെ ഉണ്ടായിരുന്നു. 1 മാസം കഴിഞ്ഞാൽ രണ്ടുപേരും പോയി 1.5 മാസം കഴിഞ്ഞപ്പോൾ അവൻ്റെ അമ്മ മരിച്ചുപോയി. അമ്മ മരിച്ചപ്പോഴത്തേക്ക് അവിടെ നിന്ന് തന്നെ ലീവ് കൊടുത്ത് വന്നിട്ട് പിന്നെ അവന് തിരിച്ചു പോകാൻ പറ്റിയില്ല. 2 മാസം നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് എൻട്രി വിസ വരാൻ താമസിച്ചു. എൻട്രി വിസ വന്ന് പിന്നെ കയറി പോവേണ്ടത്. അപ്പോൾ പോയിട്ട് ഇപ്പോൾ 6 മാസമേ ആയുള്ളൂ. എങ്ങനെയാണെന്നോ എന്താണെന്നോ ഒന്നും അറിയാൻ വയ്യ. നമുക്കത് അറിയണം, അതെന്താണ് സംഭവിച്ചത്. അവനെ അതെനിക്ക് കൊണ്ട് നാട്ടിലെത്തിക്കണം. അതാണ് നമ്മളൊരു പ്രാർത്ഥന. അതാണ് തിരിച്ചെങ്ങനെ നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി ആരെങ്കിലും സഹായമോ എന്തെങ്കിലും? ഒന്നും എനിക്കറിയത്തില്ല. പിള്ളേരൊക്കെ എല്ലാം അറിയാം. എങ്ങനെയെങ്കിലും നാട്ടിലെത്തിക്കണം, അതേ ഉള്ളൂ. സുരേഷിന് 2 മക്കളാണല്ലേ? 2 മക്കൾ. ഒന്ന് ഇത്, ഒരു പെങ്കൊച്ചും 10 വയസ്സായ ഒരു മോനും 12 വയസ്സായ ഒരു പെങ്കൊച്ചുണ്ട്. ഒരു വീട് ഒരു ലക്ഷ്യം വെച്ചാണ് അവൻ കയറി പോയത്. ഒരു 2 പേരും കൂടെ പോകുമ്പോൾ നമുക്കൊരു വീട് വയ്ക്കാമല്ലോ എന്ന് പറഞ്ഞാണ് പോയത്. നാട്ടിൽ നിന്ന് വീട് വയ്ക്കാൻ പറ്റൂല മാമി. നമുക്ക് അന്നന്ന് കൂലിപ്പണിക്കാരാണ്, നമുക്ക് അന്നന്ന് കിട്ടുന്നത് വീട്ടിൽ തന്നെ തീരും. നമ്മളിങ്ങനെയൊക്കെ പോയാലേ നമുക്കൊരു വീടുണ്ടാക്കാൻ പറ്റുള്ളൂ. ആ ഒരു നിലയിലാണ് അവർ പോയത്. ഒരു വീടായിരുന്നു അവൻ്റെ സ്വപ്നം. ആ വീട് പണി പൂർത്തിയായില്ല, പണി നടന്നുകൊണ്ടിരിക്കുന്നു. പിള്ളേടിക്കുന്നവരെ എത്രയും പെട്ടെന്ന് അവനെ നാട്ടിൽ കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമങ്ങളും എല്ലാ ചാനലുകാരും ചേർന്ന് അത് ചെയ്യണം. എന്തായാലും 3 ദിവസം മുമ്പാണ് ഈ സുരേഷിന്റെ മരണവിവരം വീട്ടുകാർ അറിയുന്നത്. പക്ഷേ എങ്ങനെയാണ് മരിച്ചതെന്നോ എന്താണ് സംഭവിച്ചതെന്നോ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. ഇനി എങ്ങനെയാണ് സുരേഷിന്റെ മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കേണ്ടത്, നാട്ടിലേക്ക് എത്തിക്കേണ്ടത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ കുടുംബത്തിന് മുന്നിൽ ഒരു വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്നുണ്ട്. നമുക്കറിയാൻ കഴിയുന്നത് അടൂർ പ്രകാശ് MP വിദേശകാര്യമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഉടൻ തന്നെ മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ വീട്ടുകാർ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അപ്പോഴും എന്താണ് സംഭവിച്ചത് എന്നുള്ളൊരു ചോദ്യചിഹ്നമായി തന്നെ ബാക്കി നിൽക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് വിജിത്തൂർ കടവിനൊപ്പം റിപ്പോർട്ടർ അശ്വൻ ഡിയേഗോ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.